Hello everyone, welcome back to another session of Geopolitics Decoded. Kevin, ഒരു ഫോൺ കോളിന് നമ്മുടെ ഷെയർ മാർക്കറ്റ്സിനെ സ്കൈ റോക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കെവിൻ അറിയായിരുന്നു? നിത്യ ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ ഫോൺ കോളിനെ കുറിച്ചാണോ? അതെ അതെ, ട്രംപിന്റെ ഒറ്റ ഫോൺ കോളിലാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ് ബഡ്ജറ്റ് സ്പീച്ച് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഷെയർ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ ഒറ്റ ഫോൺ കോളിലാണ് ആ ഷെയർ മാർക്കറ്റ് വീണ്ടും വളരെ സോർ ചെയ്ത് തുടങ്ങിയത്. നമ്മുടെ ഷെയർ മാർക്കറ്റിന് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് കോൾ ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ അങ്ങനെയും പറയാൻ വേണമെങ്കിൽ ആക്ച്വലി ട്രംപ് ഇപ്പൊ ഇത് വിളിക്കാൻ പ്രധാന കാരണം എന്താണെന്ന് അറിയാവോ? നമ്മുടെ ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണോ? യെസ്, മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്ന് വിളിക്കുന്ന ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഡീൽ അത് ഒപ്പിട്ടപ്പോൾ ട്രംപിന് എന്താണ് ഒരു പ്രഷർ വന്നു. അതുകൊണ്ടാണ് ഡെഡ് ഇക്കോണമി എന്ന് വിളിച്ച ഇന്ത്യനെ ഡെഡ് ഇക്കോണമി എന്നാണ് കഴിഞ്ഞ വർഷം ട്രംപ് വിശേഷിപ്പിച്ചത്. ആ ഇക്കോണമിയായിട്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹം ഒരു കരാർ ഒപ്പിടാൻ തയ്യാറായത്. ഓക്കെ, അതെ അതെ. പണ്ട് 50% വരെ ടാരിഫ് ആയിരുന്നു ട്രംപ് ഇമ്പോസ് ചെയ്തിരുന്നത്. ആ 50% നിന്ന് 18% ആയിട്ട് ഒറ്റയടിക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പം അറിയാൻ സാധിക്കത്തില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. യെസ്, ആദ്യം 25% ടാരിഫ് ഇമ്പോസ് ചെയ്തു. അതെ അതെ. പിന്നീട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞ് പിന്നെയും 25. അങ്ങനെ 50% ടാരിഫ് നമ്മുടെ ഇക്കോണമിയെ തന്നെ, കാരണം അമേരിക്ക ആയിട്ടാണല്ലോ നമുക്ക് ഏറ്റവും സർപ്ലസ് ട്രേഡ് ഉള്ള ഒരു മേജർ ഇക്കോണമി. അപ്പോ അതൊരു വലിയ കാര്യമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരാനുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സെഷൻ വേണമെങ്കിൽ ഇന്ത്യ US ട്രേഡിനെ കുറിച്ചാകാം. അതെ, അതിനുള്ള ഒരു എല്ലാ ഇതും ചാൻസും കാണുന്നു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ. ഓൾവേസ് ഡെവിൾ ലൈസ് ഇൻ ദ ഡീറ്റെയിൽ എന്നാണല്ലോ. ഇത് ശരിക്കും എത്രമാത്രം നമുക്ക് ഉപകാരപ്രദമാണ്. ട്രംപ് ട്രൂത്ത് സോഷ്യൽ പറഞ്ഞ കാര്യം അധികം തള്ളാണ്. അതുകൊണ്ട് നമുക്കത് ഒരു ഒഫീഷ്യൽ ചാനലിലൂടെ വരുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ ഡീൽസിനെ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലെ? എന്താണ് നിത്യയുടെ ഒരു അഭിപ്രായം? എന്തുകൊണ്ടാണ് ഇതിനെ ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഡീലിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? ഒന്നത് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാരിഫ് വളരെ കുറച്ച് ടാരിഫില് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യ യൂറോപ്പ് എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും. ഇന്ത്യ ഇസ് ദ 4th ലാർജസ്റ്റ് ഇക്കോണമി. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ, അതിൻ്റെ അകത്ത് 27 കൺട്രീസ് അടങ്ങുന്ന ഒരു യൂണിയൻ ആണ് യൂറോപ്യൻ യൂണിയൻ. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ 25% ഓഫ് ദ ഗ്ലോബൽ GDP ആണ്. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും. ആൻഡ് ഓൾസോ 1/4 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ lies in these two countries. യൂറോപ്യൻ യൂണിയൻ പ്ലസ് ഇന്ത്യ അടങ്ങുന്നതാണ് ഒരു ക്വാർട്ടർ ഓഫ് ദ പോപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്രയധികം ആളുകളെയും ഇത്രയധികം സെക്ടേഴ്സിനെ, ഒരുപാട് സെക്ടേഴ്സിനെയും എഫക്ട് ചെയ്യുന്ന ഒരു ഡീലാണ്. മാത്രമല്ല ഇതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ റെപ്പർക്കഷൻസ് ഒരുപാട് രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പാകിസ്ഥാനെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിന് ആക്ച്വലി ഇവരൊരു ജനറലൈസ് പ്രിഫറൻസ് സ്കീം എന്ന് പറഞ്ഞിട്ട് അണ്ടർ ദാറ്റ് സ്കീം പാകിസ്ഥാന് ഒരു ഡ്യൂട്ടി ആക്സസ്, വളരെ സീറോ ഡ്യൂട്ടി ആക്സസിൽ യൂറോപ്യൻ മാർക്കറ്റ് ആക്ച്വലി അവർക്ക് ആക്സസിബിൾ ആയിരുന്നു. അതായത് പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങളായിട്ടായിരുന്നു. അപ്പൊ അവിടെ അവർക്ക് ദേ ഹാവ് സർട്ടൻ ബെനിഫിറ്റ്സ് ഓവർ ഇന്ത്യ. ആ ഒരു ബെനിഫിറ്റ്സിനെ കുറയ്ക്കുന്ന ഒരു ട്രേഡ് ഡീലാണ് ഇന്ത്യ യൂറോപ്യൻ ട്രേഡ് ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ അതായത് പാകിസ്ഥാൻ മുമ്പ് ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഇക്കോണമിയെ അപേക്ഷിച്ച് ഇന്ത്യൻ ഇക്കോണമി ഈസ് വെരി ഹ്യൂജ്. പക്ഷെ ടെക്സ്റ്റൈൽ പോലുള്ള ഇൻഡസ്ട്രീസിനെല്ലാം ഇന്ത്യക്കാളും മുകളിലാണ് പാകിസ്ഥാന്റെ ട്രേഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വിത്ത് യൂറോപ്യൻ യൂണിയൻ. അപ്പൊ അതിനൊക്കെ ഒരു കോട്ടം സംഭവിച്ചു എന്നുള്ളതാണ് കാര്യം. ഓൾറെഡി അതിന്റെ ഒരു ചേഞ്ചസ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പാകിസ്ഥാൻ ഇക്കോണമിയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവരും ആരംഭിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് പലരും പബ്ലിക്കായിട്ട് വന്ന് അവരുടെ കൺസേൺസ് ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഡീൽ എന്നതിനേക്കാൾ ഉപരി ഇറ്റ് ഹാവ് ലോട്ട് ഓഫ് റിപ്പർക്കഷൻസ് ഓവർ ലോട്ട് ഓഫ് നേഷൻസ് അറൌണ്ട് ദ വേൾഡ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇതിനെ മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിത്യ പറയുന്നത് 25% ഓഫ് ദി ഗ്ലോബൽ GDP, അതേപോലെ തന്നെ 200 crore people, over 2 billion പീപ്പിളിനെ അഫക്ട് ചെയ്യുന്ന, അതായത് 1/4 of the total population. മാത്രമല്ല ഇപ്പൊ നമ്മുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളെക്കാൾ വെച്ച് നോക്കിയാൽ നമ്മൾ മുമ്പ് ഒരു ഡിസഡ്വാൻറ്റേജിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു. കാര്യം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക
ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ്. നമ്മുടെ ടെക്സ്റ്റൈൽ, അപ്പാരൽസ്, ജ്വല്ലറി, ജെംസ്, ഇങ്ങനെയുള്ള ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള മാർക്കറ്റ്സിനെയാണ്, ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിനെയാണ് ഈ ഡീൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഈ ഒരു ലേബർ ഇന്റൻസീവ് ടെക്നോളജിയിൽ, ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സിൽ നമ്മുടെ നൈബറിംഗ് കൺട്രിയായ ബംഗ്ലാദേശിനും അതുപോലെ തന്നെ വിയറ്റ്നാമിനൊക്കെ, അവർ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അവർക്ക് ഈ യൂറോപ്യൻ യൂണിയനിലെ മാർക്കറ്റ്സ് ആക്സസ് ചെയ്യാൻ, സീറോ ഡ്യൂട്ടിയിൽ ആക്സസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസിനകത്ത് അവർക്ക് ഇന്ത്യ അതേസമയം അവര് ഈ LDC ആയിട്ട് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ട്രേഡ് ഡീലിലൂടെ മാറുന്നത്. അപ്പൊ നമുക്കിപ്പം ഒരു ലോവർ കോസ്റ്റിൽ ഈ ഒരു ടാരിഫ് ഇല്ലാതെ തന്നെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്ട്സ്, ഈ ലേബർ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പ്രോഡക്ട്സ് വിൽ ബി ചീപ്പർ ഇൻ യൂറോപ്യൻ മാർക്കറ്റ്. അപ്പൊ അത് കാരണം അവരുടെ ഡിമാൻഡ് കൂടുകയും, ആ ഡിമാൻഡ് കൂടുന്നത് കാരണം ഇവിടുത്തെ അതിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ഇവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഡക്ട്സിന്റെ പ്രൈസസ് വിൽ ബിക്കം കോമ്പറ്റീറ്റീവ്. യെസ്, our markets will become competitive. പക്ഷെ ഇതോടൊപ്പം തന്നെ ചില കൺസേൺസും ഉണ്ട്. കാര്യം ഇപ്പം അഗ്രികൾച്ചർ സെക്ടറിനെ ഇപ്പൊ ഏതൊരു ട്രേഡ് ഡീൽ വന്നാലും ഏറ്റവും ആദ്യം അതിന്റെ എതിരെ സംസാരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കൺസേണും കൂടി അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ വന്നിരിക്കുന്നത്. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മുടെ ഡയറി, സീരിയൽസ് അങ്ങനെയുള്ള സെക്ടേഴ്സിനെല്ലാം നമ്മൾ ഇതിനകത്ത് നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള ബീഫ്, ഷുഗർ, ഇതിനെല്ലാം അവര് ഷുഗർ, ബനാന ഇങ്ങനെയുള്ള കൊമോഡിറ്റീസിനെല്ലാം അവര് ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡീലിന്റെ രണ്ട് പാർട്ടീസും അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഡീൽ ഒപ്പിട്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നിത്യ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അഗ്രികൾച്ചറിനെ കുറിച്ച്. പക്ഷെ ഞാൻ കേട്ടത് തോൺ, ഈ എഗ്രിമെന്റിലെ തോൺ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടർ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എന്താണ് നടന്നത്? ഓട്ടോമൊബൈൽ സെക്ടേഴ്സിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൂ വീലേഴ്സും അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ താഴെയുള്ള വെഹിക്കിൾസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് ഒരു ലോ ടാരിഫ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പാർട്ടായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിനെ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള കാർസ് ഇന്ത്യൻ മാർക്കറ്റിൽ ചീപ്പർ ആകും. സ്വാഭാവികമായിട്ടും അത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ബാധിക്കും എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു ആളുകൾ റേസ് ചെയ്തിരുന്നത്. അപ്പൊ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ മുകളിലുള്ള കാറുകൾക്ക് മാത്രം, ഇപ്പൊ നമ്മൾ നിലവിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് 110% ആണ്. ആ 110%ൽ നിന്ന് 10% ആയിട്ട് കുറയ്ക്കുക. അത് ഒറ്റയടിക്ക് കുറയ്ക്കാന്നല്ല, പക്ഷെ അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്നാണ്. 110ൽ നിന്ന് 10% ആയിട്ട് ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ടാരിഫ് റേറ്റ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന കാർഡ്സുകളുടെ ടാരിഫ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഒരു കോട്ട സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു വർഷം 2.5 lakhs കാർസ് മാത്രമേ, ഓട്ടോമൊബൈൽസ് മാത്രമേ ഈ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരത്തുള്ളൂ. അവർക്ക് മാത്രമേ ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഇപ്പം പെട്രോൾ കാർസ്, ഡീസൽ കാർസ്, ഇലക്ട്രിക് കാർസ്, അതുപോലെ തന്നെ പ്രൈസ് വെച്ചിട്ടുള്ള വേരിയേഷൻസ്, അങ്ങനെയുള്ള ഇതിനെല്ലാം സബ് കോട്ട, ഈ 2.5 lakhsനകത്ത് തന്നെ സബ് കോട്ടാസ് സോൾവ് ചെയ്തതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടി 110%ൽ നിന്ന് 10% ആക്കി. പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മാസ് മാർക്കറ്റ് കാർസ് ആയ 25 lakhsന് താഴെയുള്ളതിന്റെ മേൽ ഇപ്പോഴും പഴയ ടാക്സ്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. അതെ, മാത്രമല്ല ഇത് ലക്ഷറി കാർ മാർക്കറ്റിനെ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ, അല്ലെ? 25 lakhsന് മുകളിൽ പ്രൈസ്ഡ് ആയിട്ടുള്ള കാർസിനെ മാത്രം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രി ആണ് നമ്മുടെ ബിയർ, സ്പിരിറ്റ്, അങ്ങനെയുള്ള ആൽക്കഹോൾ ഒക്കെ വരുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ എല്ലാം ടാരിഫും ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലെ ടാരിഫ് എന്ന് പറയുന്നത് ഓരോ എണ്ണത്തിനും 100ന് മുകളിലാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 50യുടെ താഴെ എല്ലാത്തിന്റെ ടാരിഫ് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് നിലവിൽ നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പൊ അതിന്റെയും എന്താ പറയാ, അതിലേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു എക്സെപ്ഷണൽ ഇതാണ്. ഓക്കെ, ബിയർ ആൻഡ് വൈൻ അല്ലെങ്കിൽ വൈൻ ആൻഡ് സ്പിരിറ്റ്സിനും എക്സംഷൻ കൊണ്ടുവന്നു. കുടിയന്മാർക്ക് സന്തോഷം. അതെ അതെ. വണ്ടിയുടെ വില കുറയുന്നു, അപ്പോ ലക്ഷറി വണ്ടി പ്രാന്തന്മാർക്കും സന്തോഷം. അതെ, ഓക്കെ, എല്ലാവർക്കും സന്തോഷം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീല് വളരെ നല്ലതാണ്. അത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമുക്ക് ഇത്തരം ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇന്ന് മറ്റ് അഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ IT സെക്ടറിന്റെ
IT സെക്ടറിൽ കുറച്ചും കൂടി accessibility കൂടും. IT കുറേ ഏരിയാസ് ഓപ്പൺ മാർക്കറ്റ് ആക്കി മാറ്റും. അപ്പോൾ അവിടെ ടാരിഫ് റേറ്റ് കുറയും. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ മൊബിലിറ്റി, അതായത് ഇവിടുന്ന് നമ്മളിപ്പം റിസർച്ചിന് വേണ്ടിയിട്ടും അല്ലാതെ പഠിത്തത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് they will have more accessibility to the European markets. അപ്പോൾ അത് ഒരു ഈ ട്രേഡ് ഡീലിന്റെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസിൽ ഒന്നാണ്. യെസ്, ഇന്ത്യക്ക് ഒരു വലിയൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, അതെ. യങ് പോപ്പുലേഷൻ. പക്ഷെ അതിലെല്ലാവർക്കും ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിദേശ രാജ്യത്ത് ഇവർക്ക് മൊബിലിറ്റി ഈസിയർ ആക്കേണ്ടത് അതെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നോട്ട് ടു ബിക്കം എ ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ. ഇതിനു മുമ്പും ഇന്ത്യ ന്യൂസിലൻഡ് ട്രേഡ് ഡീലിലും ഇന്ത്യയുടെ ഒരു പ്രധാന ആർഗ്യുമെന്റ് ഇതായിരുന്നു. ആൻഡ് വി ആർ ഏബിൾ ടു സെക്യൂർ ഇറ്റ്. ഓക്കെ, അപ്പം അതൊക്കെ നല്ല പക്ഷെ കാര്യമാണ്. അതിനെക്കുറിച്ച് വേറെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഇത് കാരണം ഇനി കുറെ ആൾക്കാർ നമ്മളുടെ ഒരു ബ്രെയിൻ ട്രെയിൻ ആണ് ഇപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പുറത്ത് പോകുന്നതും ജോലി കിട്ടുന്നതും എന്താ പറയാ പുറത്തൊരു എക്സ്പോഷർ വരുന്നത് ഇക്കോണമിക്ക് കൂടിയാണ് നല്ലത്. able to create adequate opportunity for them here, at least let them go where their opportunity is. അതിനുള്ള ഓപ്പർച്യൂണിറ്റി എങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഗുണങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ എന്താണെങ്കിലും ഒരു ട്രേഡ് ഡീലിനെ സംബന്ധിച്ച്. സോ വാട്ട് ഡു യു തിങ്ക് ആർ ദ നെഗറ്റീവ്സ്? ദോ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിലും ഒരു വിൻ വിൻ സിറ്റുവേഷനകത്ത് വിൻ ലൂസും ഉണ്ടാവും ചില കാര്യങ്ങളിൽ. അതിൽ ഇപ്പോൾ പലരും പറയുന്നതാണ് ഇനിയിപ്പം ദ ഫൈൻ പ്രിന്റ് ഓഫ് ദി ഡീൽ ഹാസ് നോട്ട് യെറ്റ് കം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഇപ്പം എല്ലാവരും ഡിക്ലെയർ ചെയ്തെങ്കിലും ഇത് ലീഗൽ ടീമിന്റെ വെറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ 27 രാജ്യങ്ങളുണ്ട്. അപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യത്തെ ഓരോ ഭാഷയിലേക്ക് അത് പരിഭാഷപ്പെടുത്തണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്തത് അവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസ്, മീൻസ് എവറി കൺട്രി ഹാസ് ദെയർ ഓൺ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. അവിടെ ചിലപ്പോൾ ഡിസ്കഷൻ വരും. അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റിൽ ചെന്ന് പാർലമെന്റ് എന്ത് ചെയ്യണം, ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഇത് വരൂ. സോ ദ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ വിൽ ടേക്ക് ടൈം. ഓൾമോസ്റ്റ് 6 months എടുക്കും. ദാറ്റ് ഈസ് എ മിനിമം പീരീഡ്, അറ്റ്ലീസ്റ്റ് 6 months. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില അസിമെട്രിക് ഗെയിൻസ്, അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ മാർക്കറ്റ് ആയിട്ട് കാണുന്നു. മാത്രമല്ല നമ്മൾക്ക് ഇപ്പൊ അമേരിക്ക ആയിട്ട് അത്ര നല്ല റിലേഷൻ അല്ല, ചൈനയായിട്ടും നമ്മൾക്ക് വി ആർ ഹാവിങ് എ ട്രേഡ് ഡെഫിസിറ്റ്. സോ ഇൻ എ വേ ചില എക്സ്പെർട്സ് പറയുന്നത് വി വർ ഈഗർ ഫോർ ദ ഡീൽ ആൻഡ് വി ഗേവ് ദം സം അസിമെട്രിക് ഗെയിൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നതാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. യൂറോപ്യൻ യൂണിയനെ നമുക്ക് റെഗുലേറ്റർ ഇൻ ചീഫ് എന്ന് വിളിക്കും പലരും. അതായത് യൂറോപ്യൻ യൂണിയൻ ഒരുപാട് കാര്യങ്ങൾ നോക്കും. ക്ലൈമറ്റിന്റെ ചേഞ്ചിന്റെ കാര്യത്തിലൊക്കെ ദേ ആർ വെരി മച്ച് പർട്ടിക്കുലർ. അപ്പോൾ ഈ കാർബൺ ടാക്സ് എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ പറയാം. അപ്പം നമ്മളുടെ അയൺ ആൻഡ് സ്റ്റീൽ, അലുമിനിയം പോലത്തെ ഇൻഡസ്ട്രീസിന്റെ മേൽ എന്ത് വരും, ഈ കാർബൺ ടാക്സ് വന്നാൽ ഈ ടാരിഫിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മേ ബി നെഗേറ്റഡ്. അതേപോലെ ഇന്ത്യ ഇതിൻ്റെ ഇടയ്ക്ക് ജാനുവരി 2026 യൂറോപ്യൻ യൂണിയൻ കൊടുത്തിരുന്ന ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ നമ്മുടെ ഈ ആക്ച്വൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ ഇംപ്ലിമെന്റേഷൻ ടൈം എടുക്കും. ഇക്കരെ നിന്ന് പുറപ്പെട്ടു അക്കരെ എത്തിയില്ല എന്നുള്ളൊരു അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെയുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടാരിഫ് ബാരിയർ പോലെ തന്നെ നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ട്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ലേബർ വയലേഷൻ ഉണ്ടെങ്കിൽ, ഇനി ചില ഐറ്റത്തിന് ഫൈറ്റോ സാനിറ്ററി സ്റ്റാൻഡേർഡ്സ്, ക്ലെൻലിനെസ് സ്റ്റാൻഡേർഡ്സ് അതൊക്കെ വളരെ ഹൈ ആണ്. അപ്പം ടാരിഫ് ബാരിയർ ഇനി ഇമ്പോസ് ചെയ്തില്ലെങ്കിലും മേ ബി ഇൻ ഫ്യൂച്ചർ ദേ ക്യാൻ ഇംപ്ലിമെന്റ് എ നോൺ ടാരിഫ് ബാരിയർ. അപ്പോൾ അങ്ങനെയുള്ള ചില ടെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരു വെറീസ് ഉണ്ട്. ബട്ട് വെറീസ് അപ്പാർട്ട്, ഡീൽ ഇസ് എ ഡീൽ. ആൻഡ് ഇതുവരെ നടന്നത് എന്തായാലും ഇറ്റ് ഹാസ് ബീൻ ഗുഡ്. അതുകൊണ്ടാണല്ലോ ട്രംപിനെ ഇന്ത്യയെ വിളിക്കേണ്ടി വന്നത്, കാരണം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒന്നിച്ചു. അതുപോലെ നിത്യ, ഇപ്പോ ഞാൻ അസിമെട്രിക് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലരല്ല ഇന്ത്യക്കാണ് കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്കഷനെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ചില സ്ഥലത്ത് ടാരിഫ് ലൈൻസ്, ചില സ്ഥലത്ത് ട്രേഡ് വോളിയം. സോ ബീങ് എൻ എക്കണോമിസ്റ്റ് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമാക്കും. ആസ് എ ലേമാൻ എനിക്കതിൽ കുറച്ച് കൺഫ്യൂഷൻ തോന്നി. അസിമെട്രിക് ഗെയിൻസ് എന്ന് പറഞ്ഞാലും ഒരു ഈക്വൽ ടേംസിൽ എപ്പോഴും എന്താണെങ്കിലും ഒരു ട്രേഡ് ഡീൽ വരുന്നില്ല. പക്ഷെ എങ്കിലും മോറുള്ളസ് ഈക്വൽ ടേംസിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു അഗ്രിമെന്റിലും പോകത്തുമില്ല. ദാറ്റ്സ് എ നോർമൽ റൂൾ. അത് ഇന്റർനാഷണൽ റിലേഷൻസിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ടാരിഫ് ലൈൻസ് എന്ന് പറയുമ്പം ഇപ്പം ഇന്ത്യ യൂറോപ്യൻ ട്രേഡ് ഡീൽ, ഈ ഡീൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ
97% of the European exports to India is under the tariff lines. അതായത് ഇപ്പൊ നമ്മളൊരു രാജ്യത്തേക്ക് 100 commodities അയച്ചു കഴിഞ്ഞാൽ ആ 100 commoditiesൽ 97% of the commodities are actually covered under tariffs. അതാണ് ടാരിഫ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ബൈ ട്രേഡ് വോളിയൂം, ട്രേഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 97% ഓഫ് ട്രേഡ് കൊമോഡിറ്റീസ് ദാറ്റ് ഈസ് അണ്ടർ ടാരിഫ്, ആ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ട്രേഡ് വാല്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ 99.9%ഓളം, അതായത് ഓൾമോസ്റ്റ് എന്താ പറയുക 99% ഓഫ് തിങ്സ് ആർ ആക്ച്വലി കവേർഡ് അണ്ടർ ദ ട്രേഡ് എന്നുള്ളതാണ്. അത് നമ്മൾ ആ 3% സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി നെഗ്ലിജിബിൾ എമൗണ്ട്. ചെറിയ വാല്യൂന്റെ സാധനങ്ങളാണ് നമ്മൾ ടാരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ട്. അത് നമ്മളിപ്പോ 100 കോടിയുടെ സാധനങ്ങളാണ് നമ്മൾ അയച്ചിട്ടുണ്ടാവുക. ഈ 100 കോടിയിൽ 99 കോടിയോളം രൂപ വിലയുള്ള സാധനങ്ങൾ ഈസ് കവേർഡ് അണ്ടർ ദിസ് 97% ഓഫ് ദ കൊമോഡിറ്റീസ്. അതായത് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലോട്ട് അവരയച്ച സാധനങ്ങളിൽ 99.9% or 99.5% by trade value is actually covered under tariff. അതേസമയം ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന 92.5% of the commodities is only under tariff lines. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കൊമോഡിറ്റീസിലെ കൂടുതൽ കൊമോഡിറ്റീസും ടാരിഫ് ലൈൻസിന് അടിയിൽ വരുന്നതാണ്. പക്ഷേ എങ്കിൽ കമ്പയർഡ് ടു ദ ഗുഡ്സ് ഫ്രം യൂറോപ്യൻ യൂണിയൻ നമുക്ക് അത്രയും ശതമാനം ഗുഡ്സ് നമ്മുടെ ടാരിഫ് ലൈൻസിൽ വരുന്നതല്ല. അതായത് നമ്മളുടെ മേൽ അവർ ഇമ്പോസ് ചെയ്യുന്ന ടാരിഫ് ലൈൻ നമ്മൾ അവരുടെ മേൽ ഇമ്പോസ് ചെയ്യുന്നതിനേക്കാളും കുറവാണ്. പക്ഷെ ട്രേഡ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 95%-ൽ കൂടുതൽ കൊമോഡിറ്റീസ് ഈസ് ആക്ച്വലി അണ്ടർ ദിസ് ടാരിഫ്. അപ്പൊ അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ ഒഴിവാക്കിയത് എത്ര? ഇന്ത്യയുടെ ബൈ ടാരിഫ് ലൈൻസ് എത്ര ഒഴിവാക്കിയിട്ടുണ്ട്? അതൊരു 97%-ഓളം വരും ടാരിഫ് ലൈൻസ്. നമ്മുടെ തിരിച്ച് ഇന്ത്യയുടെ ടാരിഫ് ലൈൻസ് എന്ന് പറയുന്നത് 92.5%. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 92.5% ഓഫ് ദ ഗുഡ്സ് ആർ അണ്ടർ ടാരിഫ്. I think അങ്ങനെ നോക്കിയാൽ ഇന്ത്യ ഈസ് അറ്റ് ആൻ അഡ്വാൻറ്റേജ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ കൊമോഡിറ്റീസ്. പക്ഷേ നമുക്കാണ് and of course the non tariff barriers for which EU is notorious. Yes, that's right. Okay. So അപ്പം ടാരിഫ് ലൈൻസിന്റെയും ട്രേഡ് വോളിയത്തിന്റെ വാല്യൂവിന്റെയും ഡിഫറൻസ് എനിക്കിപ്പോ മനസ്സിലായി. So overall this has been a good thing for our economy, അല്ലേ? As for the terms is a good thing for the economy. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഇനി as you said നോൺ ടാരിഫ് ബാരിയേഴ്സ് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇപ്പം ഇന്ത്യ ഹാസ് ഓൾസോ സ്റ്റാർട്ടഡ് ദ ട്രെൻഡ്. നമ്മൾ ആ ഒരു ട്രെൻഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് സൈനിങ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ലോട്ട് ഓഫ് അതർ കൺട്രീസ്. ഇപ്പം കാനഡയും ചൈനയും തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡയുടെയും ചൈനയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ചൈനീസ് ഇൻഫ്ലുവൻസിനെ തടയാൻ ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഹെൽപ്പ് ചെയ്യില്ലേ? യെസ്. ഇതിപ്പം ഇന്ത്യ ആയാലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഇതിനൊരു ഫ്രണ്ട് ഷോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് കോവിഡിന് ശേഷം ഈ ഡീൽ ആസ് സച്ച് 2007-ൽ സ്റ്റാർട്ട് ചെയ്ത് 2012-ൽ സ്റ്റോൾ ചെയ്തതാണ്. പിന്നീട് ഈ റഷ്യ ഉക്രൈൻ വാറും കോവിഡുമാണ് ഈ ഡിസ്കഷനെ റീഇൻവഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ കോവിഡ് സമയത്ത് നമുക്കറിയാം ചൈനയുടെ മേലുള്ള ലോകത്തിന്റെ ഓവർ ഡിപ്പെൻഡൻസ് കാരണം ഒരു സപ്ലൈ ഒരു ക്രൈസിസ് വന്നിരുന്നു. സോ യൂറോപ്യൻ യൂണിയൻ വാണ്ടഡ് എ ചൈന +1, ദാറ്റ് ഈസ് ഒരു അഡീഷണൽ സപ്ലൈ പാർട്ട്ണർ. അതേപോലെ തന്നെ ചൈന ഈസ് ഓൺലി എക്സ്പോർട്ടിങ്, ചൈന ഈസ് നോട്ട് എ മാർക്കറ്റ്. അതേപോലെ ചൈന ഈസ് നോട്ട് ഡൂയിങ് എനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി യൂറോപ്യൻ യൂണിയൻ. അപ്പം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ചൈന കൂടാതെ മറ്റൊരു റിലയബിൾ മാർക്കറ്റ് കം സപ്ലൈ ചെയിൻ. ഓക്കെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അമേരിക്ക ആയിരുന്നു. ചൈനയിൽ വി ഹാഡ് എ വെരി ബിഗ് ട്രേഡ് ഇംബാലൻസ്, ട്രേഡ് സർപ്ലസ് ഉണ്ടായിരുന്നു വിത്ത് US. അവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്? യൂറോപ്പ് പോലെ 27 രാഷ്ട്രങ്ങളുടെ, അതും വെൽത്തി, they have a high propensity to consume. അപ്പൊ അങ്ങനെ ഒരു മാർക്കറ്റ് തേടി ഇന്ത്യയും അതുപോലെ തന്നെ ഒരു സപ്ലൈ ചെയിനും വേറൊരു മാർക്കറ്റ് തേടി ചൈനയും വന്നപ്പോൾ തൽപര കക്ഷികൾ കൂട്ടിമുട്ടിയതാണ് ഈ ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കൺസേണും കൂടിയുണ്ട്. അതായത് ഇപ്പം നമ്മള് US-ആയിട്ടുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയിരുന്ന സമയത്താണ് നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ നമ്മൾ സൈൻ ചെയ്തത്. ഇപ്പം ട്രംപ് മോഡിയെ വിളിച്ചു, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ട്രേഡ് ഡീലിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇനി യൂറോപ്യൻ യൂണിയനും ചൈന പോലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് അങ്ങനെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് തോന്നിയാലോ? അതിനുള്ള സാധ്യത കുറവാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വേണം. പക്ഷെ ഇന്ത്യ അമേരിക്കയെ അടുക്കുന്നത് അവരെ ഒരിക്കലും അഫക്ട് ചെയ്യില്ല. കാരണം ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ
നമുക്കിനി ഹ്യൂജ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. അവർക്ക് നമ്മൾ സാധനം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല. നമുക്ക് മാർക്കറ്റുകളാണ് ഇനിയും വേണ്ടത്. പക്ഷെ ട്രംപിന്റെ ഇതിനകത്ത് പ്രശ്നം വരാൻ കാരണം ട്രംപ് ഈഗോ കാരണം ഇനി നാളെ ചിലപ്പോൾ പറയും എന്നെക്കാളും മുമ്പ് യൂറോപ്യൻ യൂണിയനോട് സൈൻ ചെയ്തു, ഞാൻ കൂട്ടില്ല, പിണങ്ങി എന്നൊക്കെ ചിലപ്പോൾ ട്രംപ് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാം. ട്രംപ് ആയതുകൊണ്ട് എന്നും അതെ, പറയില്ല. ട്രംപ് ആയതുകൊണ്ട് ഹീസ് എ മാൻ ബോയ്. ട്രംപിന്റെ അഡ്വഞ്ചറസ് ആണ് നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചത് ഈ ഡീൽ സൈൻ ചെയ്യാൻ. ഇനി നാളെ ട്രംപിന്റെ അഡ്വഞ്ചറിസം കാരണം ഈ ഡീലിനെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ആവാനും സാധ്യതയുണ്ട്. സോ വിത്ത് ട്രംപ് നത്തിങ് ഈസ് പ്രഡിക്റ്റബിൾ. അപ്പം ട്രംപിന് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചോട് നിർത്താം അല്ലെ? യെസ്, ട്രംപിന് നല്ല ബുദ്ധി തോന്നട്ടെ. അങ്ങനെ നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസും ആയിട്ട് കിട്ടുന്ന ഒരു ഇന്ത്യ US ഡീലിന്റെ അടുത്ത പോഡ്കാസ്റ്റ് നമുക്ക് നടത്താൻ ആവട്ടെ. അതെ, താങ്ക് യു. താങ്ക് യു. Gallant IAS, chasing your passion to ace.